ഇപ്പോഴത്തെ ഗാനങ്ങളിലായാൽ തന്നെ അവൻ പാടിയൊരു ആൽബം സോങ്ങാണ്, അവൻ പാടിയ ആൽബം. ആൻഡ് ഈവൻ ഈ ബുക്കിൽ വരെയുണ്ട്. ഇത് 10ാം ക്ലാസ്സിലെ ആർട്ട് എഡ്യൂക്കേഷൻ ബുക്കാണ്. ഞങ്ങളുടെ സ്കൂളിൽ എടുത്തുള്ള എടുത്താൽ കൊള്ളാം എന്തെങ്കിലും ആകട്ടെ. ഞാനിപ്പോൾ ഇതിനകത്ത് പറയാൻ വന്നത്, ഇതിനകത്ത് എഴുതിയിരിക്കണ എല്ലാം കറക്റ്റാണ്, A മുതൽ Z വരെ കറക്റ്റാണ്. പക്ഷേ 2 ലെറ്റേഴ്സ് മാത്രം തെറ്റാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കാണിച്ചു. ഒന്നാമത്തെ കാര്യം, ഹനുമാൻ കൈൻഡ് ഈ കേരള ഗവൺമെൻറ് ഒന്ന് ശ്രമിച്ചാണ്. കാരണം ഇതിനെ എഴുതി വെച്ചാൽ എന്താ അറിയോ, ഹനുമാൻ കൈൻഡ് ഇസ് എ ഫേമസ് റാപ്പ് ബൈ ഇന്ത്യൻ റാപ്പർ സൂരജ് ചെറുക്കാട്. ഈ താഴെല്ലാം എഴുതിയേക്കണെല്ലാം തന്നെ ഈ ഹനുമാനും കൈൻഡ് ഇത്ര സ്പേസ്. ഈ സത്യം പറഞ്ഞാലേ എന്തെങ്കിലും ഉണ്ടാ അല്ല, ഈ മൊബൈലിനകത്തൊരു സാധനം ഇരിപ്പുണ്ട്, എപ്പോഴും തുറന്നു നോക്കിക്കഴിഞ്ഞാലും ആപ്പിൾ ഫോണിനകത്ത് ഉണ്ടാകുന്നറിയില്ല, ആൻഡ്രോയിഡ് ഫോണിനാണ് മിക്ക മോസ്റ്റ് ഓഫ് ദി യൂസേഴ്സ് അത് ഉപയോഗിക്കാറ്. അപ്പം അതിനകത്ത് വലിയൊരു ടാബുണ്ട് ഗൂഗിൾ, അതിൽ വിശദമായിട്ട് സെർച്ച് ചെയ്യണം. അല്ലാണ്ട് വെറുതെ അല്ലറ ചില്ലറ ഈ ന്യൂസ് ചാനൽ പറയണ പോലെ ഷക്കീർ വക്കക്ക് ശേഷമാണ് ഇപ്പോൾ ഡാഡേ പാടുന്നത്, അവിടെ പന്ത് വെറുതെ നിരത്തി വെച്ച് ചെയ്യണാണ്. ഇങ്ങനെ വെറുതെ വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല, ക്ലാരിഫൈ ആയുള്ള ഒരു റിസർച്ച് നടത്തണം. ഇത് നോക്ക്, ഹനുമാൻ കൈൻഡ് അദ്ദേഹത്തിൻ്റെ സ്റ്റേജ് നെയിമാണ് സൂരജ് ചെറുക്കാടിൻ്റെ. ഇദ്ദേഹത്തിൻ്റെ സ്റ്റേജ് നെയിമാണ്, അദ്ദേഹത്തിൻ്റെ റാപ്പാണെന്നാണ് എഴുതി വെച്ചത്. സെൻസ് ഉണ്ട്. ഇതെന്തുകൊണ്ടാണ് ആൽബം സോങ് എന്ന് പറയുന്നത്?